ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് നെയ്മറിനെ കുറിച്ച് 5 ഫാക്ട്സ് ആൾക്കാർക്ക് അറിയാത്തതാണ് പറയാൻ പോകുന്നത്. നേരത്തെ മെസ്സി, റൊണാൾഡോ രണ്ടുപേരും ചെയ്തത് മൂന്നാമത്തെയാണ്. നെയ്മറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഇത് കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്കില്ലെന്ന് വെച്ചാൽ നെയ്മർ ഒരു പോക്കർ എക്സ്പേർട്ടായിരുന്നു. നെയ്മർ ഫുട്ബോളല്ല, ഈ സീരിയസ് പോക്കർ പ്ലെയർ. പ്രോ ലെവൽ ടൂർണമെൻറ്റ്സിനൊക്കെ വരെ കളിച്ചിട്ടുള്ളൊരു പോക്കർ സ്കിൽസ് ഉള്ള ഒരാളാണ് നെയ്മർ. അതാണ് ഒന്നാമത്തെ ഫാക്റ്റ്. രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് വെച്ചാൽ നെയ്മർ 14-ാമത്തെ വയസ്സിൽ റിയൽ മാഡ്രിഡിൻ്റെ യൂത്ത് അക്കാഡമി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ബട്ട് നെയ്മർ സാൻറ്റോസിൽ തന്നെ നിന്നു. ചൂസ് ചെയ്ത് സാൻറ്റോസിൽ തന്നെ നിൽക്കാൻ ചൂസ് ചെയ്തു. എന്നിട്ട് മാഡ്രിഡിൻ്റെ പോയില്ല. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നെയ്മറിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സൂപ്പർ ഹീറോ കോമിക് ഉണ്ട്. അതിൻ്റെ പേര് നെയ്മർ ജൂനിയർ കോമിക്സ് എന്നാണ്. അതിലെന്താണെന്ന് വെച്ചാൽ നെയ്മർ ഒരു സൂപ്പർ ഹീറോ ആണ്, ഫൈറ്റിംഗ് ഈവൽ. ഇത് ഓൾമോസ്റ്റ് സിമിലർ ആണ് മാർവൽ, ബട്ട് ഇറ്റ് ഇസ് നെയ്മർ സ്റ്റൈൽ. പിന്നെ നെയ്മർ is a deeply religious person and he mostly expresses Christian faith, and he wore a 100% Jesus headband after winning the 2015 Champions League with ബാർസലോണ കൂടെ ജയിച്ചപ്പം ആ സ്ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അഞ്ചാമത്തെ ലാസ്റ്റ് വൺ, നെയ്മറിൻ്റെ 100ാമത്തെ ഗോൾ അടിച്ചപ്പം അത് നെയ്മറിൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് 100ാമത്തെ ഗോൾ അടിച്ചത്. അത് ഭയങ്കര ഇൻസ്പയറിങ്, ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കാര്യമാണ്. നെയ്മർ ഇങ്ങനെ 100ാമത്തെ ഗോൾ അയാളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നത്. സോ അത്രേ ഉള്ളൂ ഗൈസ്, 5 ഫാക്ട്സ്. ഇനിയും വേറെ പ്ലെയറിൻ്റെ ഫാക്ട്സിന് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രേ ഉള്ളൂ ഇന്ന്. നന്ദി, നമസ്കാരം.